ശ്രീ ടോം, യെസ്, ഒരുപാട് കാലമായി എനിക്ക് മാത്രമല്ല കേരളമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വളരെ പരിചിതനാണ് താങ്കൾ. പക്ഷേ ഈ ദിവസം അശ്വമേധത്തിൽ അതിഥിയായി താങ്കൾ എത്തിയിരിക്കുന്ന ഈ കസേരയിലിരിക്കുന്ന ഈ നിമിഷത്തിൽ താങ്കളോട് ഞാൻ ആദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് താങ്കളുടെ ഇതുവരെയുള്ള അഭിനയ വർഷങ്ങളുടെ മികവിനെക്കുറിച്ചല്ല, മറിച്ച് ലോകമെമ്പാടുമുള്ള കുട്ടികൾ കാണണം എന്ന ആഗ്രഹത്തോടെ ഒരു ഹിന്ദി ചിത്രം കുട്ടികൾക്ക് വേണ്ടി താങ്കളിപ്പോൾ നിർമ്മിക്കുകയാണ്. പൂർത്തിയായോ? അത് പൂർത്തിയായി. അതിനെക്കുറിച്ച് നമുക്ക് പ്രേക്ഷകരോട് ആദ്യം സംസാരിക്കാം. കലാം സ്റ്റാൻഡേർഡ് 5B എന്നാണ് സിനിമയുടെ പേര്. ഇതിപ്പോൾ ഒരു 10-20 രാജ്യങ്ങളിൽ നിന്നും ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ അവാർഡ് കിട്ടിക്കഴിഞ്ഞു. വെരി ഗുഡ്. നമ്മളിപ്പോൾ കുട്ടികളുടെ ചിത്രമായിട്ട് കേരളത്തിൽ, ഇന്ത്യയിലേക്ക് പുറത്തുള്ള ഇന്ത്യൻ സ്കൂളുകളിൽ വരെ പ്രദർശിപ്പിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഈ സിനിമ പുനലൂർ ഒരു കാർണിവൽ തിയേറ്ററിൽ 13 സ്കൂളുകളിലെ കുട്ടികളെ, 100 കുട്ടികളെയും പുനലൂർ ബിഷപ്പ് പൊന്നുമുത്തം പിതാവിൻ്റെ നേതൃത്വത്തിൽ അവിടെ സാംസ്കാരികമായിട്ടുള്ള ആൾക്കാർ, എല്ലാ രാഷ്ട്രീയക്കാരെയും വെച്ചിട്ട് ഈ ഒരു സിനിമ ഞാൻ പ്രദർശിപ്പിച്ചു. കുഞ്ഞുങ്ങളുടെ ബൈറ്റ്സ് അവിടുത്തെ ഒരു ചാനൽ എടുത്തു. അത് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ കണ്ണിൽ വെള്ളം വന്നു. അതായത് നമ്മുടെ ഈ സിനിമ ഒരു കൗതുകത്തിന് പാകിസ്ഥാനിലൂടെ അയച്ചു ഫെസ്റ്റിവലിന്. ബെസ്റ്റ് ഇന്ത്യൻ ചിൽഡ്രൻസ് ഫിലിം എന്നുള്ള അവാർഡ് അതിന് കിട്ടി. വെരി ഗുഡ്. എന്നെ ഇൻവൈറ്റ് ചെയ്തു. പക്ഷേ എൻ്റെ സാഹചര്യം കൊണ്ട് ഇവിടെ തിരക്കായതുകൊണ്ടും ഒക്കെ എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല. അപ്പോൾ പാകിസ്ഥാനിൽ നിന്നും അവാർഡ് കിട്ടി. ബംഗ്ലാദേശ് അവർ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ് ഫെബ്രുവരിയിലേക്ക്. അവരും സെലക്ഷൻ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഇവൻ്റ് ആയിട്ടില്ല. അപ്പം 10-18 രാജ്യങ്ങളിലേക്ക് നമ്മൾ ഇതുവരെ സമ്പാദിച്ചു കഴിഞ്ഞു. അഭിനന്ദനങ്ങൾ ശ്രീ ടോംസ്. ഒപ്പം അശ്വമേധം കാണാറുണ്ട്. അതായത് പമ്പരം, എൻ്റെ പമ്പരം തുടങ്ങുന്ന സമയത്താണ് അശ്വമേധം തുടങ്ങുന്നത്. ഒരു അത്ഭുതമായിട്ട് നമ്മൾ അത് കണ്ടു. അന്നത്തെയൊക്കെ ഒരു അവസ്ഥ, ആ അവസ്ഥയിലേക്ക് ഇപ്പോൾ വരികയാണ്. മനസ്സിലായി? ഇപ്പോഴത്തെ ജനറേഷൻ 25 വർഷം മുമ്പുള്ള ജനറേഷൻ്റെ ഒരു മാറ്റം ഉണ്ടല്ലോ, ഇത് അതനുസരിച്ച് ഇത് വ്യത്യാസങ്ങൾ എത്തിയിരിക്കുന്നു. ഭയങ്കര കൗതുകമായിരിക്കുന്നു. ഞാൻ ഈ അടുത്തിടയ്ക്ക് കൂടുതൽ ഞാൻ കാണാൻ ശ്രമിച്ചു. എൻ്റെ ഇടവേളകളിലൊക്കെ ഇതൊന്ന് അങ്ങനെയൊന്ന് എന്താണ് ഞാനും ഇതിനകത്തൊന്ന് പങ്കെടുക്കണമല്ലോ എന്നുള്ളൊരു മനസ്സിൽ വരുമ്പോഴാണ് എന്നെ ഇങ്ങനെ വിളിച്ചത്.